Hello students, in this video we are going to discuss about hedging. You might be having a preliminary idea about what is hedging because we have discussed the concept briefly in one of the previous videos that I have uploaded. So hedging is nothing but a process of covering risk in investment. It is termed as hedging. ഹെഡ്ജിന് ലിറ്ററലി വേറെ മീനിങ് ഉണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ ബുഷസിനെയൊക്കെ ബുഷസിനെയൊക്കെ ഹെഡ്ജ് എന്ന് പറയും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കോമേഴ്സുകാരെ സംബന്ധിച്ച് ഇൻ ഫിനാൻഷ്യൽ ടേം ഹെഡ്ജിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് കവറിങ് റിസ്ക്, എ മെഷർ വിച്ച് ഈസ് അഡോപ്റ്റഡ് ഫോർ കവറിങ് റിസ്ക്. A hedge is an investment position intended to offset potential losses or gains that may be incurred by a companion investment. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന റിസ്കിനെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി, റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ലോസസ് ഓർ ഗെയിൻസ് ഓഫ്സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പൊസിഷനെയാണ് നമ്മൾ ഹെഡ്ജ് എന്ന് പറയുന്നത്. എ ഹെഡ്ജ് ഇസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു റെഡ്യൂസ് എ റിസ്ക് ഓഫ് അഡ്വേഴ്സ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ഇൻ എൻ അസെറ്റ്. അസറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സിൽ മോശമായിട്ടുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് വരികയാണെങ്കിൽ അപ്പോൾ വരുന്ന റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹെഡ്ജ് എന്ന് പറയുന്നത്. നോർമലി എ ഹെഡ്ജ് കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് ആൻ ഓഫ്സെറ്റിംഗ് പൊസിഷൻ ഇൻ എ റിലേറ്റഡ് സെക്യൂരിറ്റി. അപ്പോൾ ഒരു റിലേറ്റഡ് സെക്യൂരിറ്റിയിൽ ഒരു ഓഫ്സെറ്റിംഗ്, അതായത് ഒന്നിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി, അത് ഏതൊക്കെ ഫോംസിലാണെന്ന് നമ്മൾ ലേറ്ററായിട്ട് ഈ വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ there is a risk reward trade-off inherent in hedging. While it reduces potential risk, it also chips away its potential gains. നമ്മൾ ഈ ഹെഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തെ നമുക്കറിയാലോ, ഈ റിസ്ക്കും റിട്ടേണും പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. റിസ്ക് കൂടുന്ന സമയത്ത് റിട്ടേൺ ആണ് കൂടും, അല്ലെങ്കിൽ റിസ്ക് കുറയുന്ന സമയത്ത് റിട്ടേൺ കുറയും. അതേപോലെ ഈ റിസ്കിനെ നമ്മൾ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ എക്സ്പെൻസസ് ഇൻക്രീസ്. ജസ്റ്റ് ലൈക്ക് നമുക്കതിന് വേണമെങ്കിൽ ഒരു ഇൻഷുറൻസ് ആയിട്ട് കമ്പയർ ചെയ്യാം. അതായത് നമുക്കിപ്പം ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ ആ പ്രോപ്പർട്ടീനെ ഇൻഷുർ ചെയ്യുന്ന സമയത്ത് വി നീഡ് ടു പേ ഇൻഷുറൻസ് പ്രീമിയം, ശരിയല്ലേ? അത് ശരിക്കും നമ്മുടെ ആ പ്രോപ്പർട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫയർ ഇൻഷുറൻസ് ആണ് എടുത്തത്, നമ്മൾ ആ പ്രോപ്പർട്ടിക്ക് തീ പിടിക്കുകയൊന്നും ചെയ്തില്ല വിചാരിച്ചോളൂ, നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് നമുക്കൊരു നഷ്ടമാണ്. അതായത് നമ്മൾ കൂടുതൽ പ്രീമിയം നമ്മൾ കൂടുതലായിട്ട് അടച്ചു എന്നുള്ളത് നമുക്കൊരു നഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഗെയിൻ എന്ന് പറയുമ്പം ഈ പ്രീമിയം തുക കുറച്ചിട്ടുള്ളതാണ് നമ്മുടെ ഗെയിൻ ശരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ചിപ്സ് അവേ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഗെയിൻസ് എന്ന് പറയാനുള്ള കാരണം. ചെറുതായിട്ട് നമ്മുടെ ഗെയിനെ കുറയ്ക്കുകയും ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിൾ ഇൻഷുറൻസ് തന്നെയാണ്. ഇറ്റ്സ് എ മെഷർ ഓഫ് ഹെഡ്ജ്. അപ്പോൾ പക്ഷേ തീ പിടിച്ചിരുന്നു വെച്ചാൽ നമ്മൾ ഒന്നുമില്ലാതെ നശിച്ചു പോകുന്നതിൽ നിന്നും ഈ ഇൻഷുറൻസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് നഷ്ടം മിറ്റിഗേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ്ജ് ചെയ്യുന്നത്. In order to appropriately hedge in the investment world, one must use various instruments in a strategic fashion to offset the risk of adverse price movements in the market. The best way to do this is to make another investment in a targeted and controlled way. അപ്പോൾ ഈ ഇൻഷുറൻസ് ലൈഫിൽ നമ്മൾ ഇൻഷുറൻസോ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഹെഡ്ജ് ചെയ്യുക പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു സ്ട്രാറ്റജിക് വേയിൽ നമ്മൾ പല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തി പല തരത്തിലുള്ള അസറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ സ്ട്രാറ്റജിക് ഫാഷനിൽ പോയാൽ മാത്രമേ നമുക്കതിനെ ഹെഡ്ജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ ചെയ്യാം, വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ നടത്താണ് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഹെഡ്ജ് ചെയ്യുക തോന്നല്ലേ? എനി ഐഡിയ കമ്മിങ് ഔട്ട്? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചാണ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്തിനു സഹായിക്കുന്നുണ്ട്? ഇറ്റ്സ് എ ഹെഡ്ജിങ് ടൂൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേ ഓഫ് ഹെഡ്ജിങ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെഡ്ജിങ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഡൈവേഴ്സിഫൈയിങ് എ പോർട്ട്ഫോളിയോ ടു റെഡ്യൂസ് സർട്ടൻ റിസ്ക് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് എ ഹെഡ്ജ്, albeit mean nothing but although a somewhat crude one. കുറച്ചും കൂടി ക്രൂഡാണത്. പല ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നടത്തുക എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം, ഇഫ് ദർ ഇസ് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് അതിനുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ, കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാനൊക്കെ ഡൈവേഴ്സിഫിക്കേഷനെ കൊണ്ട് സാധിക്കും.
You own an assortment of assets that don't rise and fall together. If one asset collapses, you don't lose everything. അതുകൊണ്ടാണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാം ഒരേപോലത്തെ സാധനത്തിലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഒന്ന് പൊളിയുന്ന സമയത്ത് മറ്റത് പൊളിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെടില്ല. കുറച്ച് ഓക്കെ ഒബ്വിയസ്ലി പൊളിഞ്ഞതിൻ്റെ അകത്തുള്ളത് നഷ്ടപ്പെട്ടു, പൊളിയാത്തത് ഇറ്റ് വിൽ ബി ദേ. For example, most people own bonds to offset the risk of stock ownership. ഈ സ്റ്റോക്കും ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്റ്റോക്ക് എന്ന് പറയുന്നതിനകത്ത് ലാഭം ഉണ്ടെങ്കിലേ ഉള്ളൂ അതിനകത്ത് നിന്ന് ഡിവിഡൻ്റൊക്കെ കിട്ടുള്ളൂ. ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻകം ബെയറിംഗ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ സ്റ്റോക്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള നഷ്ടത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പീപ്പിൾ വിൽ റിസോർട്ട് ഫോർ ഓണിങ് ബോണ്ട്സ്. ആൻഡ് വെൻ സ്റ്റോക്ക് പ്രൈസസ് ഫോൾ ബോണ്ട് വാല്യൂസ് ഇൻക്രീസ്. That only apply to high grade corporate bonds or US treasury. ഇത് ഇങ്ങനെ സംഭവിക്കുക. സ്റ്റോക്കിൻ്റെ വില കുറയുമ്പം ബോണ്ടുകൾ, ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസിൻ്റെ റേറ്റ് കൂടും, വാല്യൂസ് കൂടും. അത് ഹൈ ഗ്രേഡ് കോർപ്പറേറ്റ് ബോണ്ട്സിൻ്റെ കേസസിലാണ് അത് സംഭവിക്കുക എന്ന് അതിന് കൂടെ ചേർത്ത് പറഞ്ഞു എന്നുള്ളത്. Now next is hedging through derivatives. Okay, are you familiar with derivatives, the concept of derivative? Derivatives are assets which attain their value from the underlying assets. അണ്ടർലൈങ് അസറ്റ്സിൽ നിന്ന് വാല്യൂസ് ഡിറൈവ് ചെയ്യുന്ന ഒരു അവന്യൂവിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ദ മോസ്റ്റ് കോമൺ വേ ഓഫ് ഹെഡ്ജിങ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് വേൾഡ് ഇസ് ത്രൂ ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഹെഡ്ജിങ് ജനറലി ചെയ്യുക. ഡൈവേഴ്സിഫിക്കേഷൻ ഒരു പരിധിവരെ പറ്റുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. Derivatives are securities that move in correspondence to one or more underlying asset. ഏത് അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിസിലാണോ അത് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ മൂവ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇതിനകത്ത് മൂവ്മെൻറ്റ് സംഭവിക്കുക സെക്യൂരിറ്റീസിൽ. ഇത് ഇൻക്ലൂഡ് ഓപ്ഷൻസ്, സ്വാപ്സ്, ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ് കോൺട്രാക്ട്സ് ഒക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് ഓൾ ദീസ് തിങ്സ്. The underlying assets can be stock, bond, commodities, currencies, indices or interest rates. ഇതൊക്കെ ആവാം അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ അണ്ടർലൈങ് അസറ്റ്സിൻ്റെ മൂവ്മെൻറ്റിന് അനുസരിച്ചാണ്, കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡെറിവേറ്റീവ്സ് മൂവ് ചെയ്യുക. ഈ ഓപ്ഷൻസ്, സ്വാപ്സ്, ഫ്യൂച്ചേഴ്സ് ഒക്കെ മൂവ് ചെയ്യും. Derivatives can be effective hedges against the underlying asset since the relationship between the two is more or less clearly defined. അതായത് അണ്ടർലൈങ് അസറ്റും അതിൽ നിന്ന് ആ ഡിറൈവ്ഡ് വാല്യൂ കിട്ടുന്നത് കൊണ്ടാണ് അതിനെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അണ്ടർലൈങ് അസറ്റിൽ നിന്ന് ആണ് ഡിറൈവ് ചെയ്യുകയാണ് വാല്യൂ ഒരു ഈ ഓപ്ഷൻസ്, സ്വാപ്സ്, ഫ്യൂച്ചേഴ്സിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹെഡ്ജ് ചെയ്യാൻ ഇത് ഇഫക്റ്റീവ് ഒരു ടൂളാണെന്ന് പറയുന്നത്. It's possible to use derivatives to set up a trading strategy in which a loss for one investment is mitigated or offset by a gain in a comparable derivative. അപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ സഹായത്തോടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നഷ്ടം വരുവാണെങ്കിൽ അത് ഒഴിവാക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചിട്ട് ഹെഡ്ജ് ചെയ്യാന്നുള്ളത് അതൊരു എക്സാമ്പിളിൽ കൂടെ. നമ്മൾ എത്ര പറഞ്ഞാലും വിൽ ബി ഹാവിങ് എ ഡൗട്ട് റിഗാർഡിങ് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ. ഡെറിവേറ്റീവ്സും സെക്യൂരിറ്റീസാണ്, അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. We will discuss an example. If Morty buys 100 shares of stock PLC. PLC is the name of a American company, and if Morty means an investor buys 100 shares of stock PLC at $10 per share. That means he is investing $1,000. He might hedge his investment by taking out a $5 American put option with a strike price of $8 expiring in 1 year. എന്താണ് സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാതെ, ഈ മോർട്ടി എന്ന് പറയുന്ന ഇൻവെസ്റ്റർ സ്റ്റോക്ക് PLC എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കുന്നു. 100 ഷെയർസ് വാങ്ങിക്കുന്നു. ഒരു ഷെയറിന് $10 ആയിട്ടാണ് ഷെയർസ് വാങ്ങിക്കുന്നത്. അതായത് ഹീസ് ഇൻവെസ്റ്റിംഗ് $1,000. ഇതിൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹി മൈറ്റ് ബി ഹെഡ്ജിങ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ടേക്കിംഗ് ഔട്ട് $5 അമേരിക്കൻ പുട്ട് ഓപ്ഷൻ. ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചുകൊണ്ട്, നമുക്കറിയാം ഓപ്ഷൻസിന് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒക്കെ ഉണ്ട്. ഈ ഓപ്ഷൻസ് ഒരു ഡെറിവേറ്റീവ് ആണ്.
അപ്പോൾ $5 ഒരു അമേരിക്കൻ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുകയാണ്. പുട്ട് ഓപ്ഷൻ പറയുന്നത് എന്താണ്? സെൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ സെൽ ഓഫ് ഓപ്ഷൻ എന്താണ്? വിത്ത് എ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് $8 എക്സ്പയറിങ് ഇൻ 1 year. ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് വേണമെങ്കിൽ, ഞാനാണ് മോർത്തിയെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ ഷെയർസ് $8 വെച്ചിട്ട് എനിക്ക് വിൽക്കാം. ഇതാണ് എൻ്റെ പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഇപ്പം അത് $10 വെച്ച് വാങ്ങിച്ചതാണെങ്കിലും $5 ഒരു അമേരിക്കൻ പുട്ട് ഓപ്ഷൻ എടുത്തത് കൊണ്ട് എനിക്ക് ഇതിൻ്റെ പ്രൈസസ് എത്ര കുറഞ്ഞാലും എനിക്കത് $8 കൊടുക്കാം. ആ കൊടുക്കാനുള്ള എഗ്രിമെൻ്റാണ് ഈ പുട്ട് ഓപ്ഷൻ. ക്ലിയർ? ഇനി ദിസ് ഓപ്ഷൻ ഗിവ്സ് മോർട്ടി ദ റൈറ്റ് ടു സെൽ 100 shares ഓഫ് സ്റ്റോക്ക് ഓഫ് $8 എനി ടൈം ഇൻ ദ നെക്സ്റ്റ് ഇയർ. ഒരു വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും അയാൾക്കത് സെൽ ഓഫ് ചെയ്യാം. $8 10 അയാൾ ചിലവാക്കിയത്. ഇഫ് 1 year later സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് $12, അതായത് 10 വാങ്ങിയത് ഇപ്പോൾ 12 ഉള്ളത് വിചാരിച്ചോളൂ. മോർട്ടി വിൽ നോട്ട് എക്സസൈസ് ദ ഓപ്ഷൻ ആൻഡ് വിൽ ബി ഔട്ട് $5. അതായത് ഇപ്പം വില കൂടിയെന്ന് വിചാരിക്കട്ടെ, അപ്പോൾ ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ പുട്ട് ഓപ്ഷൻ അയാൾക്ക് എന്ത് ചെയ്യാം? എക്സസൈസ് ചെയ്യാതിരിക്കാം. അപ്പോൾ അയാൾക്ക് എത്രയും നഷ്ടപ്പെടുന്നുള്ളൂ? $5 നഷ്ടപ്പെടുന്നുള്ളൂ. ഹീ ഈസ് ലൈക്ലി ടു ഫ്രെഡ് ദോ സിൻസ് ഹിസ് അൺറിയലൈസ്ഡ് ഗെയിൻ ഇസ് $200 ആണ്. എങ്ങനെ $200 വരാം? അതായത് 100 ഷെയർസിന് $12 വെച്ചിട്ട് $1200 അയാൾക്ക് കിട്ടും. $12 ആയിട്ട് മാറുമ്പോൾ അയാൾക്ക് എത്രയാണ് ചിലവ്? $1000 ആണ് അയാൾക്ക് ചിലവ്. 100 × $10. അങ്ങനെ അയാൾക്ക് $200 അയാൾക്ക് ലാഭം കിട്ടും. പക്ഷെ ആ 200 മുഴുവൻ അയാളുടെ ലാഭമല്ല കേട്ടോ. ആ 200-ൽ അയാൾ $5 ഈ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാൾ എടുത്തിട്ടുണ്ട്, ഒരു $5. അത് അയാൾക്ക് നഷ്ടമാണ്. അപ്പോൾ അയാളുടെ നെറ്റ് ലാഭം എന്ന് പറയുന്നത് $195 അയാൾക്ക് ലാഭമുണ്ട്. പക്ഷേ വേറൊരു സിറ്റുവേഷൻ, ഇഫ് ദ സ്റ്റോക്ക് ഇസ് ട്രേഡിംഗ് അറ്റ് $0, ഈ കമ്പനിയുടെ സ്റ്റോക്ക് പൊളിഞ്ഞു, മാർക്കറ്റിൽ വിലയില്ല, $100 അല്ല $10 വാങ്ങിച്ചതിന് ഇപ്പോൾ 0 റേറ്റ് വിചാരിച്ചോളൂ. ഓൺ ദ അതർ ഹാൻഡ് മോർട്ടി വിൽ എക്സസൈസ് ഓപ്ഷൻ. അങ്ങനെ എത്ര കുറഞ്ഞാലും, ഇപ്പോൾ 0 ആവണമെന്നില്ല, അങ്ങനെ ഒട്ടും അങ്ങ് കുറഞ്ഞു പോയില്ല എന്ന് വിചാരിക്കുക. ഒരു $5 10 വാങ്ങിയത് 5 ആവാലോ, അങ്ങനെ ആയി വിചാരിക്കുക. അങ്ങനെ ആയാൽ, അതായത് അയാൾ പുട്ട് ഓപ്ഷൻ വെച്ചതിനേക്കാൾ ഒരു കുറഞ്ഞ വാല്യൂയിലേക്ക് അത് പോവുകയാണെങ്കിൽ മോർട്ടി വിൽ എക്സസൈസ് ഓപ്ഷൻ ആൻഡ് സെൽ ഹിസ് ഷെയർസ് ഫോർ $8. അയാൾക്ക് എന്ത് ചെയ്താൽ മതി? അയാളെടുത്ത ആ ഓപ്ഷൻ അയാൾക്ക് എക്സസൈസ് ചെയ്താൽ മതി. ഫോർ എ ലോസ് ഓഫ് 200 അല്ലെങ്കിൽ 205 ഇൻക്ലൂഡിങ് ദ പ്രൈസ് ഓഫ് ദ പുട്ട്. അപ്പോൾ 10 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ, 100 ഷെയർ 1000 രൂപ ചിലവാക്കിയത് നമ്മൾ 800 രൂപയ്ക്ക് വിൽക്കുമ്പം $200 വിൽക്കും. $200 നമുക്ക് ലാഭമാണ്. ആ 200 പക്ഷേ ലാഭമെന്ന് 200 നഷ്ടം എന്ന് പറയാൻ വയ്യ, 205 നഷ്ടം. $1000 വാങ്ങിയത് $800 വിൽക്കുന്ന സമയത്ത് $200 നഷ്ടമാണ്. ആ പുട്ട് ഓപ്ഷനുള്ള പൈസയും കൂടെ കൂട്ടിയാൽ അയാൾക്ക് $205 നഷ്ടം. പക്ഷേ വില 8-ൽ നന്നായി കുറയുകയാണെങ്കിൽ അയാൾക്ക് അതിലും നഷ്ടമായേനെ. പുട്ട് ഓപ്ഷൻ എടുത്തതുകൊണ്ട് മാത്രം അയാൾക്ക് അയാളുടെ നഷ്ടത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിച്ചു. 205-ലേക്ക് കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നു. ഇങ്ങനെയാണ് ഹെഡ്ജിങ് ത്രൂ ഡെറിവേറ്റീവ്സ് നടക്കുക. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. വിത്തൗട്ട് ദ ഓപ്ഷൻ ഹി സ്റ്റൂഡ് ടു ലൂസസ് എൻറ്റയർ ഇൻവെസ്റ്റ്മെൻറ്റ്. 0 മാറുകയാണെങ്കിൽ അയാൾക്ക് മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും പോവുമായിരുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇസ് സ്പ്രെഡ് ഹെഡ്ജിങ് എന്ന് പറയുന്ന ഒരു സാധനം. ഈ സ്പ്രെഡ് ഹെഡ്ജിങ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനും അപ്ലിക്കബിൾ അല്ല. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഇൻഡെക്സ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുകയാണ്. ഇൻഡെക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്താണ് ഇൻഡെക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ സിംപ്ലി മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ആണ് ഹൂസ് പോർട്ട്ഫോളിയോസ് ആർ ഡിസൈൻഡ് ടു മിമിക് ദ അണ്ടർലൈയിങ് ഇൻഡെക്സ്. അതായത് ഇപ്പോൾ നമ്മളൊരു അണ്ടർലൈയിങ് ഇൻഡെക്സ് ആയിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമുക്ക് NSE നിഫ്റ്റി ഉണ്ട്, അങ്ങനെയുള്ള ഇപ്പോൾ പുറത്ത് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ S&P 500 എന്നൊക്കെ പറയുന്ന മേജറായിട്ടുള്ള
കമ്പനീസിനെ അണ്ടർലൈങ് ഇൻഡെക്സ് ആയിട്ട് വെച്ചുകൊണ്ട് അവരെ മിമിക് ചെയ്യുന്ന തരത്തിലുള്ള, അതായത് അവരുടെ പെർഫോമൻസിനനുസരിച്ച് മൂവ് ചെയ്യുന്നതായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ആണ്. അതിനെയാണ് ഇൻഡെക്സ് ഫണ്ട്സ് എന്ന് പറയാം. Hope it is clear. Then this means that the index funds composition is the same as the composition of underlying index, with the asset being held in the same proportion. നമുക്കറിയാലോ ഈ BSE സെൻസെക്സ് NSE നിഫ്റ്റി ഒക്കെ കണക്കാക്കുന്നത് ടോപ്പ് കമ്പനീസ്, ബ്ലൂ ചിപ്പ് കമ്പനീസിൻ്റെ റേറ്റിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പം അതിൻ്റെ മൂവ്മെൻറ്റ് പ്രപ്പോർഷൻ അനുസരിച്ചിട്ട്, അതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് എങ്ങനെയൊക്കെയാണോ ആ കമ്പനീസിനെ ചൂസ് ചെയ്യുന്നത് ഈ നിഫ്റ്റിക്കും സെൻസെക്സിനൊക്കെ വേണ്ടിയിട്ട്, അതിൻ്റെ ബേസിസിൽ തീരുമാനിക്കുന്നതിനെയാണ് ഇൻഡെക്സ് ഫണ്ടിൻ്റെ കോമ്പോസിഷൻ അങ്ങനെയാണ് തീരുമാനിക്കുക. Then in India, many of the index funds use either the Nifty or the Sensex as a base to construct their portfolio. ഈ അടിസ്ഥാനത്തിലാണ് അവരെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള ഇൻഡെക്സ് ഫണ്ട്സ് ഒക്കെ മൂവ് ചെയ്യുന്നത്. ദെൻ ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ് ഇസ് എ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ആക്റ്റീവ് അല്ല, പാസീവ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് അറ്റംപ്റ്റ്സ് ടു ജനറേറ്റ് റിട്ടേൺ സിമിലർ ടു എ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ്. ഒരു ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ പോലെ തന്നെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ്. Investors use this buy and hold strategy to replicate the performance of specific index, generally an equity or fixed income index, by purchasing the component securities of the index, or else an index mutual fund or exchange traded funds that itself closely tracks the underlying index. ഈ ഒരു രീതിനെയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഹെഡ്ജിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളതൊന്നുമല്ല. സ്പ്രെഡ് ഹെഡ്ജിങ് എന്ന് പറയുന്ന സാധനം അപ്ലിക്കബിൾ ടു ഇൻഡെക്സ് ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ട് എന്താണ് ഇൻഡെക്സ് ഫണ്ട്, എന്താണ് ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് പറഞ്ഞതാണ്. ഓക്കെ, നൗ ഇൻ ദിസ് ടൈപ്പ് ഓഫ് സ്പ്രെഡ് ദ ഇൻഡെക്സ് ഇൻവെസ്റ്റർ ബൈസ് എ പുട്ട് വിച്ച് ഹാസ് എ ഹയർ സ്ട്രൈക്ക് പ്രൈസ്. ഹയർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു പുട്ട് ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ടു സെല്ലാണ്, ഓപ്ഷൻ ടു സെല്ലാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തേൽ ലോവറാണ് പുട്ട് ഓപ്ഷൻ. $10 വാങ്ങിച്ചിട്ട് $8 സെൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഇൻഡെക്സ് ഇൻവെസ്റ്റർ വാങ്ങിക്കുക ഹയർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ളതാണ് വാങ്ങിക്കുക. നെക്സ്റ്റ് ഈ സെൽസ് എ പുട്ട് വിത്ത് എ ലോവർ പ്രൈസ് ബട്ട് വിത്ത് എ സെയിം എക്സ്പയറി ഡേറ്റ്. അപ്പോൾ ഒരേ എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ ആയിരിക്കും ലോവർ പ്രൈസിലുള്ളത്, അയാൾ സെൽ ഓഫ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേ ദാറ്റ് ദ ഇൻഡെക്സ് ബിഹേവ്സ്, അത് ഈ ഡിസിഷൻസ് ആയാലും എടുക്കുക ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേ ദ ഇൻഡെക്സ് ബിഹേവ്സ്. ദ ഇൻവെസ്റ്റർ ദസ് ഹാസ് എ ഡിഗ്രി ഓഫ് പ്രൈസ് പ്രൊട്ടക്ഷൻ ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സ്ട്രൈക്ക് പ്രൈസസ്. While this is likely to be a moderate amount of protection, it is often sufficient to cover a brief downturn in the interest. അപ്പോൾ ഹയർ വാല്യൂം ലോവർ വാല്യൂ ഒക്കെ വെച്ചിട്ട് ലോവറിലുള്ളതിൽ അവർ സെല്ല് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വാട്ട് ഹി മേക്സസ് ഒരു എന്താ പറയുക, വലിയ നഷ്ടം വരാതിരിക്കാനുള്ളൊരു ശ്രമം, മേജർ ഡൗൺ ടേൺസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് സ്പ്രെഡ് ഹെഡ്ജിങ് പറയുന്ന സാധനം. പിന്നത്തെ ഒരു സ്ട്രാറ്റജി പറയുന്നത് ആർബിട്രേജ് സ്ട്രാറ്റജിയാണ് ഹെഡ്ജിങ്ങിനുള്ളത്. അതായത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ യെറ്റ് വെരി ക്ലെവർ. ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് എ പ്രോഡക്റ്റ് ആൻഡ് സെല്ലിങ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഇൻ അനദർ മാർക്കറ്റ് ഫോർ എ ഹയർ പ്രൈസ്, ദസ് മേക്കിംഗ് സ്മോൾ ബട്ട് സ്റ്റഡി പ്രോഫിറ്റ്സ്. ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വേറൊരു മാർക്കറ്റിൽ, നമ്മൾ പണ്ട് ഇക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ മാർക്കറ്റിനകത്ത് ഒരു സ്ഥലത്തു നിന്ന് വാങ്ങി വേറെ സ്ഥലത്തു നിന്ന് വിൽക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മാർക്കറ്റ് കോമ്പറ്റീഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ മാർക്കറ്റ് സബ് മാർക്കറ്റ്സുകൾ തമ്മിൽ പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് പോയി അവിടെ വിൽക്കും എന്നൊക്കെ പറയുന്ന പോലെ ആർബിട്രേജിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ള സ്ഥലങ്ങളുണ്ടാവും, രാജ്യങ്ങൾ ആസ് എ ഹോൾ വേൾഡ് വെൻ വി കൺസിഡർ. അപ്പോൾ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേറെ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ലെസ്, എവിടെയാണോ കൂടുതൽ പ്രൈസസ് കിട്ടുന്നത് അവിടെ പോയിട്ട് സെല് ചെയ്യാം. അങ്ങനെ സ്റ്റഡി ആയിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം. ദ സ്ട്രാറ്റജി ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആർബിട്രേജ് സ്ട്രാറ്റജി ആ ഇൻട്രസ്റ്റ് റേറ്റിലും പ്രൈസിലും ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ഫ്ലക്ച്വേഷൻസിനെ മുതലെടുക്കുന്ന തരത്തിൽ
അങ്ങനെ ഹെഡ്ജ് ചെയ്യുക. അതായത് അത് പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയതല്ല, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രാക്ടീസ് ബൈ എ പേഴ്സൺ ഹു ഹാസ് തറോ നോളജ് അബൌട്ട് ദ മാർക്കറ്റ്. എല്ലാത്തിനെയും പറ്റി നല്ല അറിവുള്ള ആൾക്കാർക്ക്, എവിടെയാണ് കുറവ് എവിടെയാണ് കൂടുതൽ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആർബിട്രേജ് സ്ട്രാറ്റജി. ദെൻ വി ഹാവ് ദ ആവറേജ് ഡൗൺ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ഹെഡ്ജിങ് ടെക്നിക്കും കൂടെ ഉണ്ട്. അങ്ങനെ 5 ഹെഡ്ജിങ് ടെക്നിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. It involves buying more units of a particular product even though the cost or selling price of the product has declined. സെല്ലിംഗ് പ്രൈസോ ചിലവൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ വാങ്ങി വയ്ക്കുക. എന്നിട്ടോ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് ഓഫൻ യൂസ് ദ സ്ട്രാറ്റജി ഫോർ ഹെഡ്ജിങ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇഫ് ദ പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് they were previously purchased decline significantly, they buy more shares at lower price. വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങി വയ്ക്കുക. എന്നാൽ എപ്പോഴാണോ വില കൂടുന്നത് അപ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ ഒരു ഷെയറിന് 250 രൂപ വെച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഷെയറിൻ്റെ വില 100 രൂപയൊക്കെ ആയിട്ട് കുറഞ്ഞു. സേ ഫോർ എക്സാമ്പിൾ ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ 100 രൂപയായിട്ട് കുറഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങി വയ്ക്കുക. Then if the price rises to point between these their two buy prices, the profit from the second buy may offset the loss in the first. അപ്പോൾ അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ അതൊരു 150-200 എത്തി വിചാരിക്കാം. അപ്പോൾ 250 ആദ്യത്തെ പർച്ചേസിലേക്ക് എത്തിയില്ല, പക്ഷേ രണ്ടാമത്തെ പർച്ചേസിനെ സംബന്ധിച്ച് നോക്കുമ്പം അത് ലാഭമാണ്. അപ്പോൾ ആദ്യത്തെ പർച്ചേസിലുള്ള നഷ്ടം പിന്നത്തെ പർച്ചേസിലൂടെ കിട്ടുന്ന ലാഭത്തിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ വാങ്ങുന്നതിനെയാണ് ആവറേജ് ഡൗൺ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതും ആ ഒരു പ്രവൃത്തി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹെഡ്ജിങ്. ഇങ്ങനെ കൂടുതൽ വാങ്ങി വയ്ക്കുക എന്നുള്ളത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഹെഡ്ജിങ്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് നമ്മൾ ഹെഡ്ജിങ്ങിനകത്ത് ഒരു ചെറിയ ടോപ്പിക്കായിട്ട് നിങ്ങൾ സിലബസ് തന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരൊറ്റ പാരഗ്രാഫൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി കോംപ്രഹെൻസീവായിട്ട് ഹെഡ്ജിങ് എന്താണെന്നും what are the ways in which you can hedge എന്ന 5 ways പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഡൈവേഴ്സിഫിക്കേഷൻ, ദെൻ ഡെറിവേറ്റീവ്സ്. ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ് അതിനകത്ത് ഏറ്റവും കോമൺ. ഏതൊക്കെ ബുക്സ് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് വായിക്കുമ്പോഴും ഡെറിവേറ്റീവ്സ് ഇസ് എ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഹെഡ്ജിങ്. ദെൻ സ്പ്രെഡ് ഹെഡ്ജിങ് പറയുന്ന ഒരു ഇൻഡെക്സ് ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രം യൂസ് ചെയ്യുന്ന സ്പ്രെഡ് ഹെഡ്ജിങ് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ദെൻ അതും ഈ സ്പ്രെഡ് ഹെഡ്ജിങ്ങും ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഓപ്ഷൻസിൻ്റെ പുട്ട് ഓപ്ഷൻസിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് സ്പ്രെഡ് ഹെഡ്ജിങ് ചെയ്യുന്നത്. അത് ഇതിനകത്ത് വേണമെങ്കിൽ അതിനെ കൂടെ കൂട്ടാവുന്ന ഒരു സാധനമാണ്. ദെൻ ദർ ഇസ് ആർബിട്രേജ് ഹെഡ്ജിങ് ആൻഡ് ആവറേജ് ഡൗൺ സ്ട്രാറ്റജി. ഇങ്ങനെ 5 സ്ട്രാറ്റജീസാണ് നമ്മളെന്താ 5 വേസ് ഓഫ് ഹെഡ്ജിങ് ആണ് പഠിച്ചത്. Hope it is clear. If you have any doubt, please feel free to contact me. Thank you.